ഹലോ ഗൈസ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രൊമോയില് നമ്മുടെ സച്ചിനെ കാണാൻ വരുവാണ്. ആര്? നമ്മുടെ ശരത്ത്, അതും ആന്റണിക്കൊപ്പം അല്ലെ. അപ്പൊ അതിനുശേഷം നമ്മുടെ ആന്റണി പറയുന്നുണ്ട് അവൻ അളിയനോട് എന്തോ സംസാരിക്കണം എന്നുണ്ടെന്ന് നമ്മുടെ ആ ഒരു മഹേഷിനോടൊക്കെ പറയുന്നുണ്ട്. ആ ഒരു ടാക്സി സ്റ്റാൻഡിലായിട്ട് ഇവർ വരുന്നത്. അതിനുശേഷം നമ്മുടെ ശരത്ത് നമ്മുടെ സച്ചിയെ കണ്ടിട്ട് ആ ഒരു പൈസ അവർക്ക് കൊടുക്കുന്നുണ്ട്. ആ മോഷ്ടിച്ച പൈസ എന്ന് പറഞ്ഞ പൈസ നമ്മുടെ ശരത്ത് നമ്മുടെ സച്ചിക്ക് കൊടുക്കുന്നുണ്ട്. ശേഷം സച്ചി കുറെയൊക്കെ അങ്ങോട്ട് തിരിച്ചു പറയുന്നുണ്ട്, നിനക്ക് ഇപ്പോഴാണോ മാന്യത വന്നത്? നീ ഇനിയെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ ഇവന്റെയൊക്കെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ജീവിക്കാതെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശരത്തിനെ വീണ്ടും കളിയാക്കുമ്പോൾ നമ്മുടെ ആന്റണി നമ്മുടെ സച്ചിയെ ഇടിക്കാൻ വരുന്നുണ്ട്. ശേഷം നമ്മുടെ സച്ചി നമ്മുടെ ആന്റണിയെ പിടിച്ചിടിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പിന്നെയും ഇടിയോടിടി അടിയോടടി. പിന്നെ നമ്മുടെ ആന്റണി നമ്മുടെ ശരത്തിനെ കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മുടെ സച്ചി ഈ പൈസ കൊണ്ടുവന്നിട്ട് നമ്മുടെ അച്ഛന്റെ കയ്യിൽ കൊടുക്കുക. അമ്മയുടെ കയ്യിൽ നിന്ന് വന്ന് കളവ് പോയ പൈസയാണിതെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നമ്മുടെ അച്ഛൻ ഈ പൈസ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ആ കള്ളനെയൊക്കെ പോലീസ് പിടിച്ചു, അങ്ങനെ കിട്ടിയതാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ശ്രുതി കുറെ സംശയങ്ങൾ, കള്ളനെ പിടിച്ചു, അതും പോലീസ് പിടിച്ചു, അതും അപ്പൊ തന്നെ പൈസയും ഏൽപ്പിച്ചു, ആ പൈസ നിങ്ങൾക്കും തന്നു, എന്നിട്ട് നിങ്ങളത് ഇവിടെ കൊണ്ടുവന്നു, വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്ന് നമ്മുടെ ശ്രുതി പറയുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ആ മലേഷ്യയിൽ നിന്നും പറഞ്ഞ ഒരാൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നല്ലോ, മലേഷ്യയിലാണെന്ന് കണ്ടാൽ പോലും പറയില്ല, അത് വിശ്വസിക്കാമെങ്കിൽ ഇതും വിശ്വസിക്കാം എന്ന് പറയുന്നു കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ശ്രുതിക്ക് വേണ്ടിയിരുന്നില്ല, വെറുതെ വടി കൂടെ തടി മേടിച്ചു എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രുതി ഭയങ്കര ഗാഠമായിട്ടൊക്കെ ആലോചിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ദൈവമേ, ഇനി സച്ചിക്ക് എങ്ങാനും സത്യം മനസ്സിലായോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാരെ പ്രൊമോ അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.